आपको गारंटी देता हूं, जैसे ही हिंदुस्तान में सरकार आएगी, जैसे ही बिहार में हमारी सरकार आएगी, हम ये सारा का सारा बदल देंगे और आपके लिए जो होना चाहिए वो करके दिखाएंगे। आप सबका बहुत बहुत धन्यवाद। नमस्कार, जय हिंद। जय भीम, जय भीम। जैसे मैं यहां आया हूं ना, रोक नहीं पाए, वैसे ही नहीं रोक पाएंगे। നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്താണെന്നറിയോ? കഴിഞ്ഞ ദിവസം ഇന്നലെ രാഹുൽ ഗാന്ധി ബീഹാറിലെ അംബേദ്കർ ഹോസ്റ്റലിൽ ഒരു പ്രോഗ്രാം വെച്ചിരുന്നു. അതായത് ന്യായ് സംവാദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പം അവിടേക്ക് ചെല്ലുന്ന രാഹുൽ ഗാന്ധിനെ തടയാൻ വേണ്ടി നമ്മുടെ നിതീഷ് കുമാർ ജിയുടെ പോലീസുകാർ പെടുന്ന പെടാപ്പാടുകളാണ് നമ്മൾ ഈ കാണുന്നത്. എന്തിനാണ് തടയുന്നത്? അവിടുത്തെ പിള്ളേർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ജാതി അധിക്ഷേപങ്ങളും ഇതിനെപ്പറ്റി സംസാരിക്കും എന്ന് പേടിച്ചിട്ട്. അതായത് അവർക്ക് അവിടെ അനുഭവപ്പെടുന്ന കഷ്ടതകളും ബാക്കി കാര്യങ്ങളും പുറം ലോകം അറിയാൻ പാടില്ല. കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ നിതീഷ് കുമാർ ആണെങ്കിലും നമ്മുടെ ഡബിൾ എഞ്ചിൻ സർക്കാരായിട്ടുള്ള BJP, RJD ഒക്കെ ഇവിടൊക്കെ ഒരു ഉള്ളിലൊരു നയമുണ്ട്. എന്തൊക്കെ പുറത്ത് ഞങ്ങൾ ദളിതർക്ക് വേണ്ടി ഞങ്ങൾ അത് ചെയ്തു, അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി ഞങ്ങൾ ഇത് ചെയ്യുന്നു അത് ചെയ്യുന്നു, അവരുടെ ഉന്നമനത്തിന് ഞങ്ങൾ അങ്ങനെ ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും BJPയുടെ ഒരു ബേസിക് സവർണ ചിന്താഗതി ഉണ്ട്. അതെല്ലായിടത്തും അവർ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കും, അത് അവർ കാണിക്കുകയും ചെയ്യും. അപ്പം അവർ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റത്ത് വരെ ജനാധിപത്യം വരെ ഇല്ലാണ്ടാക്കാനും കശാപ്പ് ചെയ്യാനും പറ്റുന്ന ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരാണ് അവിടെ ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ അംബേദ്കർ ഹോസ്റ്റലിലെ പിള്ളേരുടെ കഷ്ടപ്പാടുകൾ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ഇത് വിളിച്ച് പറയുന്ന എല്ലാവർക്കും അറിയാം. രാഹുൽ ഗാന്ധി അങ്ങനത്തെ കാര്യങ്ങളാണ് എപ്പോഴും വിളിച്ച് പറയാറുള്ളത്. അങ്ങനത്തെ സ്ഥലത്ത് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് എത്തി സംസാരിച്ച് സംവാദങ്ങളിൽ ഏർപ്പെട്ട് അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നന്നാക്കിയിട്ടാണ് പുള്ളി എല്ലാ പ്രാവശ്യവും ഓരോ കാര്യങ്ങൾ പറയാറ്. അപ്പം അതിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പോലീസ്, നമ്മുടെ നിതീഷ് ജിയുടെ പോലീസ് അതിൽ കഷ്ടപ്പാട് പെട്ടതും അതിനെ തിരിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ്, തടയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തടഞ്ഞു, ഞാൻ അവിടെ പോയിരിക്കും. അങ്ങനെ ഒരു വലിയ സംഘർഷവും കാര്യങ്ങളൊക്കെ നടന്നു. മാക്സിമം പുള്ളിനെ പോലീസുകാർ തടഞ്ഞു. പക്ഷെ അവിടുത്തെ ആളുകളും അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരും പിന്നെ അവിടുത്തെ അല്ലാത്ത ഈ പറഞ്ഞ കോളേജിലെ ഈ പറഞ്ഞ ഹോസ്റ്റലിലെ പിള്ളേരും എല്ലാവരും കൂടെ നിന്ന് പുള്ളിനെ സ്റ്റേജിൽ എത്തിക്കുകയും ചെയ്തു. പുള്ളി അവിടെ സംസാരിക്കുകയും ചെയ്തു, പുള്ളിയെ മൂവി കാണുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിള്ളേരുമായിട്ടുള്ള ഒരു സംവാദത്തിൽ ഇരുന്നു, കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടാണ് പുള്ളി അവിടെ നിന്ന് വരുന്നത്.